ഹലോ നമസ്കാരം. അച്ചിട്ടാണ് ഗൗളിശാസ്ത്രം, അത്രയും ഉറപ്പ്. നിങ്ങളുടെ ശരീരത്തിൽ പല്ലി വീണിട്ടുണ്ടോ? ഏത് തരം പല്ലിയാണത്? നിറവൈവിധ്യങ്ങളും വീഴുന്ന ശരീരഭാഗങ്ങളുമാണ് നിങ്ങളുടെ ഭാവിയുടെ ഒരു ഭാഗം നിശ്ചയിക്കുന്നത്. വിശ്വസിക്കാനാകുമോ? ഗർഗൻ, വരാഹൻ, മാണ്ഡ്യൻ, നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാണ് ഗൗളി. ശാസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് പല നിറങ്ങളും പല മാതൃകയിലും കണ്ടുവരുന്ന ഗൗളിയുടെ ഓരോ ചലനവും ഓരോ അവയവങ്ങളിൽ വീണാൽ ഉണ്ടാകുന്ന ഫലങ്ങളുമാണ് ഗൗളിശാസ്ത്രം പ്രവചിക്കുന്നത്. ഓരോ ആഴ്ചകളിലുമുള്ള പ്രത്യേകതകൾ എന്നിവ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഫലം നിർണ്ണയിക്കാൻ പാടുള്ളൂ. സംസാരിക്കുമ്പോൾ പല്ലി ചിലച്ചാൽ അത് സത്യമാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. പറയുന്ന കാര്യം സത്യമാണ്. പല്ലി സാധൂകരിക്കാനാവുന്ന അത്തരം സത്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? ഗൗളിയെ കാണുകയോ ശബ്ദങ്ങൾ കേൾക്കുകയോ ചെയ്ത ഉടൻ ഇത്തരം തീരുമാനത്തിലെത്തുന്നത് വലിയ വിഡ്ഢിത്തമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. പല്ലി പല നിറത്തിലും രൂപത്തിലുമുള്ള പല്ലികൾ ചൊല്ലുന്ന ശാസ്ത്രവും ഇവയെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഗൗളിയുടെ പ്രത്യേകത പ്രകാരം മാത്രമേ ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. വെളുത്ത നിറമുള്ള ഗൗളി ചൊവ്വാഴ്ച ശിരസിൻ്റെ ഇടവും വലവും വീണാൽ കലഹമാണ് ഫലം. ശിരസിന് മധ്യത്തിൽ വീണാൽ ബന്ധുക്കളുമായി കലഹത്തിന് ഇടവരുമെന്ന് കാണുന്നു. റോസാപ്പൂ നിറത്തിലുള്ള ഗൗളി ഞായറാഴ്ച നെറ്റിയുടെ മധ്യത്തിൽ വീണാൽ നിധി നിക്ഷേപം കണക്കാക്കാം. നെറ്റിയുടെ ഇടതുഭാഗത്താണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് സാധിക്കും. കൂടാതെ സന്തോഷവും അംഗീകാരവും സുഖവും ലഭിക്കുമെന്നു കാണുന്നു. വലതുഭാഗത്താണ് വീണതെങ്കിൽ ഐശ്വര്യം നിത്യേന വർദ്ധിക്കുമെന്നും ഫലം. നീല നിറമുള്ള ഗൗളി വ്യാഴാഴ്ച വലതു കണ്ണിനു മീതെ വീണാൽ പലവിധ സുഖാനുഭവങ്ങളും വന്നിരിക്കും. ഇടത്തെ കണ്ണിനു മീതെ വീണാൽ കാരാഗ്രഹവാസമാണ് ഫലം. സ്വർണ്ണ നിറമുള്ള ഗൗളി ഞായറാഴ്ച വലത്തെ ചെവിയിൽ വീണാൽ ദീർഘായുസ്സുണ്ടാകുമെന്ന് കാണുന്നു. ഇടതുഭാഗത്തെ ചെവിയിൽ വീണാൽ സമ്പത്ത് വർദ്ധിക്കുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാകുകയും ചെയ്യുമെന്നാണ് ഫലം. വെളുപ്പും കറുപ്പും നിറന്ന കലർന്നതും വാൽ മുറിഞ്ഞതുമായ ഗൗളി പുരികത്തിൻ്റെ ഏത് ഭാഗത്ത് വീണാലും സാമ്പത്തിക നഷ്ടമാണ് ഫലം. പുരികത്തിൻ്റെ മധ്യേ വീണാൽ സമ്പത്ത് ലാഭവും കാണുന്നു. ഗൗളി ശരീരത്തിൽ വീണാലുള്ള ഫലങ്ങൾ നോക്കാം. ഗൗളി ശരീരത്തിൽ വീണാൽ കലഹവും, ഉച്ചിയിൽ വീണാൽ സുഖവും, മുഖത്ത് വീണാൽ ബന്ധുയോഗവുമാണ് ഫലം. വലത് നെറ്റിയിൽ വീഴുന്നത് സമ്പത്തും ഇടത് നെറ്റി ബന്ധുദർശനത്തിനും നെറ്റി ഐശ്വര്യത്തിനും വഴികാട്ടുന്നു. തിരുനെറ്റിയിൽ വീണാൽ പുത്രനാശമാകും ഫലം. വലതേ കണ്ണ് ശുഭമെന്നും ഇടതു കണ്ണ് നിയന്ത്രണവുമെന്നാണ് ഗൗളിശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത്. മൂക്കിൽ ഗൗളി വീണാൽ രോഗവും, മേൽച്ചുണ്ടിൽ വീണാൽ ധനനാശവും, കീഴ്ച്ചുണ്ടിൽ വീണാൽ ധനലാഭവും കാണുന്നു. വായിൽ ഗൗളി വീണാൽ ഭയമാണ് ഫലം. മേൽത്താടിയിൽ ശിക്ഷയും, വലതു ചെവിയിൽ ദീർഘായുസ്സും, ഇടത് ചെവിയിൽ കച്ചവടമെന്നും കാണുന്നു. കഴുത്തിൽ ഗൗളി വീണാൽ ശത്രുനാശഫലമാണ് ഫലം. വലതു തോൾ സ്ത്രീ സുഖവും, വലതു കൈയും ഇടതു കൈയും മരണവും കാട്ടുന്നു. ഹൃദയഭാഗത്ത് വീണാൽ സൗഖ്യവും, വയറിൽ വീണാൽ ധനലാഭവും, നാഭിയിൽ വീണാൽ രത്നലാഭവുമാണ് ഫലം. വലത്തെ അരക്കെട്ട് ജീവിതവും, ഇടത്തെ അരക്കെട്ട് മരണവും കാട്ടുന്നു. മുതുകിൽ പല്ലി വീഴുന്നത് ധനനാശത്തിനാണ് വഴിവെക്കുക. തുടയിൽ വീണാൽ പിതാവിന് രോഗവും, കണങ്കാലിൽ വീണാൽ യാത്രയും, പാദത്തിൽ വീഴുന്നത് രോഗപീഡയും, ഇടത്തെ പാദത്തിൽ വീഴുന്നത് ദുഃഖവുമെന്ന് കാണുന്നു. ശരീരത്തിലൂടെ സഞ്ചരിച്ചാൽ ദീർഘായുസ്സുമാണ് ഫലം.